മുതിർന്നവരിലും അതുപോലെ തന്നെ പ്രായമായവരിലും സാധാരണ കണ്ടുവരുന്ന ഗർഭാശയ രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനെ കുറിച്ച് നമുക്കറിയാം. അതല്ലാതെ എന്തെല്ലാം അസുഖങ്ങൾ ഇവരിൽ കാണാം? അതെ, പ്രായമായവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 65 വയസ്സ് കഴിഞ്ഞവരെയാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ ക്യാൻസറാണ് സാധാരണയായി കൂടുതലും ആൾക്കാർ ആശുപത്രിയിൽ വരാനുള്ള കാരണം. എന്നാൽ അവരുടെ ദൈനംദിന ജീവിതത്തിനെ കാര്യമായി ബാധിക്കുന്നതും അവർക്ക് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ളതുമായ മറ്റു ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതവർ സമൂഹമായി ഇടപെടുന്നതിനെ ബാധിക്കുകയും ഒറ്റപ്പെടലിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെയും അവരെ നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട രോഗികൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരിക. ഒരു പ്രായം കഴിയുമ്പോൾ ഗർഭപാത്രത്തിന് സപ്പോർട്ട് നഷ്ടപ്പെടുന്നത് കാരണം ഗർഭപാത്രം താഴേക്ക് തള്ളി വരുന്നു. അതോടൊപ്പം തന്നെ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള തോന്നൽ, യൂറിനറി ഫ്രീക്വൻസി, എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നൽ, പോയാൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ള തോന്നൽ, യൂറിൻ പാസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ്. പിന്നെ സാധാരണയായിട്ട് ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂത്രം അറിയാതെ പോവുക. ഇതൊക്കെ അവർക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങാനും പലപ്പോഴും വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടാനും ഉള്ളൊരു പ്രവണത അവരിൽ ഉണ്ടാക്കുന്നു. മറ്റു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അസഹ്യമായ പുകച്ചിലും നീറ്റലും, യോനി ഭാഗത്തുള്ള ഡ്രൈനസ്, പുകച്ചിൽ, നീറ്റൽ. മാസങ്ങളിൽ നിന്നതിന് ഉടനെ തൊട്ടുപുറകെയാണെങ്കിൽ അവർക്ക് സാധാരണ ഇടയ്ക്കിടെ ഉണ്ടായ ചൂട്, വെട്ടി വിയർക്കൽ, ആങ്സൈറ്റി, ടെൻഷൻ മുതലായവയ്ക്ക് ഒരു കാരണം. പിന്നെ മറ്റൊരു പ്രധാന അവരുടെ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് അവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ്. 70കളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വീഴ്ച, ശരീരത്തിനൊരു ബലക്കുറവ് തോന്നുക, വീഴ്ച, ഇതൊക്കെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ അല്ലാത്ത പ്രധാന പ്രശ്നങ്ങൾ.